പശ്ചിമേഷ്യയിൽ ഇനി പലതും നടക്കും. ഇത്രനാളും അമേരിക്കയെ വിചാരിച്ച് മാത്രം അടങ്ങി നിന്ന അറബികളോട് ഇപ്പോൾ ഇസ്രായേൽ ചെയ്ത നന്ദികേടുണ്ടല്ലോ, അതിന് മാപ്പില്ല. ഒടുവിൽ ഇറാൻ ആയിരുന്നു ശരിയെന്ന് അവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇസ്രായേൽ കാണിച്ച ഈ നന്ദികേടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം വലിയ ഞെട്ടലാണ് ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയ 12 ദിവസത്തെ യുദ്ധത്തിൽ പ്രശ്നപരിഹാരത്തിനിറങ്ങിയ ഖത്തറിനോട് കാണിച്ച നന്ദികേടാണ് ഇതെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇറാനോട് പോയി പ്രശ്നപരിഹാരം നടത്താനുള്ള ധൈര്യം ഇന്ന് ഖത്തറിന് മാത്രമാണുള്ളത്. അന്നത്തെ 12 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കയെ വിറപ്പിക്കാൻ വേണ്ടിയാണ് ഖത്തറിൽ ഇറാൻ ആക്രമണം നടത്തിയത് പോലും, അതും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തതോ സ്വയം കുഴി തോണ്ടിയിരിക്കുകയാണവർ. ഇറാൻ അടക്കമുള്ള ശക്തികൾ ഇതിനോടകം തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവകരമായി തന്നെ എടുക്കുന്നുണ്ട്. മാത്രവുമല്ല, അറബ് ജനത അമേരിക്കയോട് പുലർത്തുന്ന മമതയുടെ നിഴൽ പറ്റി രക്ഷപ്പെട്ട ഇസ്രായേൽ എന്ന ചതിയൻ രാഷ്ട്രത്തിന് നല്ല പണി കൊടുക്കാനും ഇനി അറബികൾക്ക് ഒരു മടിയും കാണില്ല. പശ്ചിമേഷ്യയിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം തന്നെയാണ്. ഗാസയെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിച്ചതും ഹമാസിന്റെ പേര് പറഞ്ഞ് അവിടുത്തെ സാധാരണക്കാരായ ഫലസ്തീൻ വംശജരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ ഇതല്ല, ഇതിനപ്പുറം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. ഗാസയിലെ പ്രശ്നം പരിഹരിക്കാൻ മുന്നിൽ നിന്ന് ഖത്തറിനാണ് ഇസ്രായേൽ പണി കൊടുത്തിരിക്കുന്നത്. സാധാരണയായി മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലി ആക്രമണങ്ങൾ പതിവാണെങ്കിലും ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ സജീവമായി ഇടപെടുന്ന, സ്ഥിരമായി മധ്യസ്ഥത വഹിക്കുന്ന ഒരു നിഷ്പക്ഷ രാജ്യമായ ഖത്തറിൽ ഇങ്ങനെയൊരു നടപടി അപ്രതീക്ഷിതമായിരുന്നു. ഖത്തറിന്റെ പ്രത്യാക്രമണം എങ്ങനെയായിരിക്കുമെന്നും അത് എങ്ങനെ ഇസ്രായേലിനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ധാരാളമായി ഉയർന്നു വരുന്നുണ്ട്. ഖത്തർ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ അവർക്ക് വലിയ പങ്കുണ്ട്. അമേരിക്കയുടെ സൈനിക താവളം ഖത്തറിൽ സ്ഥിതി ചെയ്യുന്നത് കാരണം അവർ അമേരിക്കയുടെ നല്ല ബന്ധമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതേസമയം ഫലസ്തീനിലെ ഹമാസിനും അതുപോലെ തന്നെ ഇറാനും ഖത്തർ പിന്തുണയും നൽകുന്നുണ്ട്. ഈ നയം കാരണം ഖത്തറിന് പല രാജ്യങ്ങളുമായി മധ്യസ്ഥത വഹിക്കാൻ സാധിക്കാറുമുണ്ട്. എന്നാൽ ഇസ്രായേൽ ഖത്തറിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയത് ഈ മധ്യസ്ഥ നയതന്ത്രത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഖത്തറിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഘടകവുമാവുകയാണ്. ഖത്തറിന്റെ പ്രതികരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഖത്തർ നേരിട്ട് ഇസ്രായേലിനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കാരണം അവർക്ക് സൈനികമായി ഇസ്രായേലിനെ നേരിടാനുള്ള ശേഷി ഇന്നില്ല. പക്ഷേ അവർക്ക് മറ്റു ചില മാർഗങ്ങളിലൂടെ പ്രതികരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അമേരിക്കയുടെ സൈനിക താവളം അവിടെ നിന്ന് മാറ്റണമെന്ന് ഖത്തർ ആവശ്യപ്പെടാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അതായത് അമേരിക്കയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകും. ഇതോടുകൂടി പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ അപ്രമാദിത്വം കൂടിയാണ് അവസാനിക്കാൻ പോകുന്നത്. ഖത്തർ ഒരു വലിയ എണ്ണ പ്രകൃതിവാതക ഉൽപ്പാദക രാജ്യമാണെന്ന കാര്യം അറിയാമല്ലോ. ഇതവർക്ക് വലിയ സാമ്പത്തിക ശക്തിയാണ് നൽകുന്നത്. ഇസ്രായേലിനോടുള്ള നിലപാടിൽ മാറ്റം വരുത്താൻ ഖത്തർ ഈ സാമ്പത്തിക ശക്തി ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളുമായുള്ള ബന്ധം ഉപയോഗിച്ച് ഖത്തറിന് ഇസ്രായേലിനെതിരെ നീങ്ങാൻ കൃത്യമായിട്ട് സാധിക്കും. ഇസ്രായേലിന് വരാൻ സാധ്യതയുള്ള തിരിച്ചടികൾ ഖത്തറിന്റെ പ്രത്യാക്രമണം ഇസ്രായേലിനെ പലതരത്തിൽ ബാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നയതന്ത്രപരമായ ഒറ്റപ്പെടലാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കേണ്ട വിഷയം. ഗാസ വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെട്ടാൽ അത് ഇസ്രായേലിനെതിരെ കൂടുതൽ രാജ്യങ്ങൾ തിരിയാനുള്ള കാരണമായി മാറും. ഇത് ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ഖത്തറിലെ ആക്രമണം ഇസ്രായേലിനുള്ളിൽ തന്നെ വിമർശനങ്ങൾക്കും വഴിവെച്ചേക്കാം. ഖത്തറിനെ പ്രകോപിപ്പിച്ചത് ഇറാനും അതിൻ്റെ സഖ്യകക്ഷികളും ഈ വിഷയത്തിൽ ഇടപെടുന്നതിനും കാരണമാകും. ഇത് പുതിയ സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചേക്കാം. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഖത്തർ ഒരു രാജ്യത്തിനെതിരായ സൈനിക നടപടിക്ക് പകരം നയതന്ത്രപരമായ നീക്കങ്ങളായിരിക്കും നടത്താനുള്ള സാധ്യത. ഈ സംഭവങ്ങൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും വലിയൊരു ആക്രമണം നേരിട്ടിട്ടും ഖത്തർ എന്തായാലും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. അധികൃതരുടെയും വിശകലന വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ഖത്തർ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ദോഹയിൽ ഇപ്പോൾ ആക്രമണം നടത്തിയത്. ഹമാസിന്റെ ചർച്ചാ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം പോലും. ഒരു ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവം ഖത്തറിനെ കാര്യമായിട്ട് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണിതെന്ന് ഖത്തർ പ്രഖ്യാപിച്ചു. സംസ്ഥാന ഭീകരവാദം, അപകടകരമായ ക്രിമിനൽ ആക്രമണം തുടങ്ങിയ വാക്കുകളിലൂടെയാണ് ഖത്തർ ഈ നടപടിയെ അപലപിച്ചതുപോലും.
ഖത്തറിന്റെ മുന്നിൽ പരിമിതമായ വഴികളാണുള്ളതെങ്കിലും ആ ആക്രമണത്തെ ഗൗരവത്തോടെയാണ് അവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഖത്തറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നത് തീർച്ചയാണ്. അതിലാദ്യത്തേത് മധ്യസ്ഥ റോളിൽ നിന്നുള്ള പിന്മാറ്റമായിരിക്കും. പിന്നീട് ആരുടെ കൂടെയാണ് ഖത്തർ നിൽക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇസ്രായേലിന്റെ എന്നത്തെയും എതിരാളിയായിട്ടുള്ള ഇറാനൊപ്പം തന്നെ. ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന കണ്ണിയായിരുന്നു എന്ന കാര്യം അറിയാമല്ലോ. ഇസ്രായേലും ഹമാസും തമ്മിൽ പരോക്ഷമായ ആശയവിനിമയം നടത്താൻ അമേരിക്ക പോലും ഖത്തറിനെയാണ് ആശ്രയിച്ചിരുന്നത്. മധ്യസ്ഥ റോളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നത് ഇസ്രായേലിനെതിരെ അമേരിക്കയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ഉപാധിയായിട്ട് ഖത്തർ ഉപയോഗിച്ചേക്കാം. മധ്യസ്ഥതയുടെ നിഷ്പക്ഷതയെ മാനിക്കുന്നില്ലെങ്കിൽ ഈ വിഷയത്തിൽ തങ്ങളെ ഇനി ആശ്രയിക്കേണ്ടതില്ലെന്ന് പറയാൻ ഖത്തറിന് ഇവിടെ തീർച്ചയായും സാധിക്കും. നയതന്ത്രപരവും നിയമപരവുമായ നടപടികളാണ് അടുത്തത്. ഇസ്രായേലിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുക എന്നത് ഖത്തറിന്റെ പ്രധാന നീക്കങ്ങളിലൊന്നായിരിക്കാം. ഈ ആക്രമണത്തെ തുടർന്ന് അൾജീരിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേരുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിന്റെ വിശ്വാസവഞ്ചനാപരമായ ആക്രമണത്തിനെതിരെ എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നതിനായി ഖത്തർ ഒരു പ്രത്യേക നിയമസംഘത്തിനും രൂപം നൽകി കഴിഞ്ഞു. ഇതുമാത്രമല്ല, ഇസ്രായേലിനെതിരെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനും ഖത്തറിന് സാധിക്കും. നമുക്കറിയാവുന്നതാണ്, ഖത്തർ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്. ഖത്തറിന് യൂറോപ്പിലും അമേരിക്കയിലും കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളുമുണ്ട്. ഈ നിക്ഷേപങ്ങളെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അതിന്റെ സഖ്യകക്ഷികളായ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സമ്മർദ്ദം ചെലുത്താൻ ഖത്തറിന് സാധിക്കും. സാമ്പത്തികപരമായിട്ട് ഖത്തർ ഇടപെടുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ ഇസ്രായേലിന്റെ കൈവിടേണ്ട അവസ്ഥയും വന്നേക്കാം. മറ്റൊന്ന്, ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിനെക്കുറിച്ച് ഖത്തർ പുനരവലോകനം ചെയ്യാനുള്ള സാധ്യതയാണ്. ഖത്തറിന്റെ ഈ പ്രതികരണങ്ങൾ ഇസ്രായേലിന് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഹമാസുമായി നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇത് ശക്തമായി തിരിച്ചടിയാകും. ഖത്തർ മധ്യസ്ഥ റോളിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുള്ളതിനാൽ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് ഗസയിൽ ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾക്ക് തന്നെ വലിയ തിരിച്ചടിയാകും. ഹമാസുമായി ആശയവിനിമയം നടത്താൻ ഒരു വിശ്വസനീയമായ ചാനൽ ഇല്ലാതാകുന്നത് ഇസ്രായേലിന് വലിയ നഷ്ടമാണ്. അവരത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഈ ഒരൊറ്റ സംഭവത്തോടെ ഇസ്രായേൽ നയതന്ത്രപരമായി ഒറ്റപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒരു പരമാധികാര രാജ്യത്തിന് നേരെയുണ്ടായ ആക്രമണം വഷളായിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് കൂടുതൽ കോട്ടം വരുത്തും. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടാൻ ഇത് കാരണമാകും. UN സുരക്ഷാ കൗൺസിലിലെ ചർച്ചകളും ഖത്തർ സ്വീകരിക്കുന്ന നിയമ നടപടികളും ഇസ്രായേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഖത്തർ നേരെയുണ്ടായ ആക്രമണം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം വഷളാക്കുന്നതിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് എന്തായാലും വഹിക്കും. ഗൾഫ് സഹകരണ കൗൺസിലിലെ രാജ്യങ്ങൾ ഈ ആക്രമണത്തെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടാണ് നോക്കിക്കാണുന്നത്. ഇത് ഇസ്രായേലിനെതിരെ ഗൾഫ് രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്താനുള്ള സാധ്യതയുമുണ്ട്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച UAE പോലും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ ഇസ്രായേലിന്റെ സ്വാധീനം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തോടൊപ്പം തന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിലും വിള്ളൽ വീണേക്കാം. കാരണം ഖത്തർ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയാണ്. ദോഹയിലെ ആക്രമണം അമേരിക്കയുടെ സ്വാധീനത്തോടുള്ള അവഗണനയായിട്ടാണ് പലരും നോക്കിക്കാണുന്നത്. ഇത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്കയുടെ വിശ്വാസ്യതയും ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതെല്ലാത്തിനും ഉപരിയായി സുരക്ഷാ സഖ്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും നമുക്കിവിടെ തള്ളിക്കളയാൻ കഴിയില്ല. ഈ ആക്രമണം ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ പുതിയ സുരക്ഷാ പങ്കാളിത്തങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. സ്വന്തമായി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയോ ചൈന പോലുള്ള രാജ്യങ്ങളുമായി സഹകരിക്കുകയോ ചെയ്യാനും സാധ്യതകൾ നിലനിൽക്കുന്നു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ മേഖലയിൽ ഇസ്രായേലിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം കേവലം ഒരു പ്രാദേശിക വിഷയമായി ഒതുങ്ങുന്ന ഒന്നല്ല. ശക്തമായ പ്രതികരണങ്ങൾ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാകും. മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിയെഴുതാൻ പോന്ന ഇടപെടലാണ് ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കുന്നത് മുതൽ നയതന്ത്രപരമായ ഒറ്റപ്പെടൽ വരെ ഇസ്രായേലിന് പല പ്രത്യാഘാതങ്ങളും നേരിടേണ്ടതായി വരും. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ ഒന്നിച്ചാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ വലിയ രീതിയിൽ ഭീകരമാണ്. രണ്ടാമതൊന്നും ആലോചിക്കാതെ എടുത്തുചാടി ഇസ്രായേൽ നടത്തിയ ഈ നീക്കത്തിന് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട.